അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവറി വൺ. നമുക്ക് ഇന്നത്തെ സൺഡേ ടോക്കിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ആമുഖത്തിൽ ചില ചെപ്പടി കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ക്ലാസ് പൂർണ്ണമാകുന്നതെന്ന് അറിയാം. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പൂർണ്ണമായും എന്തിനെ പറ്റിയിട്ടാണ്? കമാൺ പറട്ടെ കമാൺ, ടൈപ്പ് ഫാസ്റ്റ്. എല്ലാവരും വരണം, മാക്സിമം വരണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഏറെ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയം. ദാറ്റ് മീൻസ് സമ്പത്ത്, വെൽത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു മിനിറ്റ് പോയി. വെൽത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ വെൽത്ത് വേണ്ടവർ ആരൊക്കെയുണ്ടെന്ന് പറയൂ, മീ എന്ന് പറയൂ. വെൽത്ത് വേണ്ടവരൊക്കെ മീ എന്ന് പറയൂ. മണി വെൽത്ത് വേണ്ടവർ മീ എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഐ മീ എന്തായാലും കുഴപ്പമില്ല, രണ്ടും അത് തന്നെയാണ്. പറട്ടെ കമോൺ. ടൈപ്പിംഗ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ഒരു നിമിഷത്തിൽ ഇത് എവിടെയെങ്കിലും എടുത്ത് വെച്ചിങ്ങനെ തള്ളണം, എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. ഓക്കെ, യെസ്. എല്ലാവർക്കും വേണം, എനിക്കും വേണം അല്ലേ? താങ്ക് യു എവറി വൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് ടോക്സിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് മാറ്റമുണ്ടായി. ഒരുപാട് ആൾക്കാർ എന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ ഇവിടെയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് മാറി എന്നുള്ള ഒരുപാട് വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ചില ആളുടെ വാട്സപ്പ് മെസ്സേജുകൾ കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ്. കാരണം എനിക്കും അത് സന്തോഷമുള്ള കാര്യം. കാരണം നമുക്ക് ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളിലേക്കും അത് കൂടുതലായിട്ട് വരുന്നുള്ള യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ആപ്രിസിയേഷൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇപ്പോൾ ഈ സമയം വരെ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷമാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഇത്രയാണ്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരോടും യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആൾക്കാരിലേക്ക്. ഒന്ന് ഈ ചാനൽ, നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും ചാനൽ കാണാത്തവർ, യൂട്യൂബ് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വെക്കുക. എപ്പോൾ വരുന്ന അഥവാ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ വന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക, അവിടെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ മാക്സിമം ആൾക്കാരിലേക്ക് ഇതെത്തട്ടെ. ആൾക്കാരിൽ എത്തുന്ന എത്രയും ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം തന്നെ. രണ്ടാമതായി പറയാൻ, വെൽത്തിൻ്റെ മൈൻഡ് സെറ്റ്. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? എത്ര പേർക്കറിയാം സബ്ജക്റ്റ് ഇന്നത്തെ? ഓർമ്മയുണ്ടോ? സമ്പന്നരുടെ 6 രഹസ്യങ്ങളാണ് അല്ലേ? സമ്പന്നരായ ആൾക്കാർ നമുക്കെല്ലാം സമ്പന്നരാവണം അല്ലേ? സീക്രട്ട് സമ്പന്നരാ. പക്ഷെ നമുക്ക് സമ്പന്നരായ ആൾക്കാർ ഒരുപാട് ആൾക്കാർ അറിയാമല്ലോ. ആ സമ്പന്നരായ ആൾക്കാരുടെ ഒരുപാട് രഹസ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വേണോ? എവരിബഡി വാണ്ട് ദിസ്? യെസ് പറ. വേണ്ടവർ പറ. ആ രഹസ്യം വേണ്ടവർ. എല്ലാവർക്കും രഹസ്യമാണ്. ഇനി ഇത്രയും ആളിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ലെങ്കിലും ചോദിക്കാം, നിങ്ങളെല്ലാവരും സമ്പന്നരാവാൻ റെഡിയാണോ? സമ്പന്നരാവാൻ റെഡിയാണല്ലോ അല്ലേ? സമ്പന്നരാവാൻ എനിക്കും പറ്റും, നമുക്കും പറ്റും. ആർക്കാ പറ്റാത്തത്? എവറിബഡി ക്യാൻ ബിക്കം എ മില്യണിയർ. എല്ലാവർക്കും പറ്റും. അതിന് ഞാൻ ഇന്ന് രാവിലെ ശശികലയോട് ക്ലാസ്സിൽ വിശദമായി പറഞ്ഞാണ് ഇങ്ങനെയാണ് ഒരു മില്യണർ ആവുന്നത്. സാധാരണക്കാരന് ശശികല ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എങ്ങനെയാണ് ഒരാളും ഒരു സുപ്രഭാതത്തിൽ മില്യണർ മാറിയിട്ടുള്ളത്? അങ്ങനെ മാറാം, ആർക്കും ആവാം. അതങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. അതിന് മണിക്ക് അങ്ങനെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല. ആരെ കയ്യിൽ വരണം, ആരെ കയ്യിൽ വരണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനാകുന്നതും കോടീശ്വരനായി ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? കോടീശ്വരൻ ആയാൽ മതിയോ? നിങ്ങൾ കോടീശ്വരനായി എന്നും ജീവിക്കണമോ? എന്താണ് നമ്മുടെ യഥാർത്ഥ ആവശ്യം? കോടി മാത്രം വന്നാൽ മാത്രം മതിയോ? നമുക്ക് ജീവിക്കുകയും വേണം കോടീശ്വരനായി തന്നെ. അല്ലെങ്കിൽ ബൈജുവിനൊക്കെ സംഭവിച്ച പോലെ ആവും അല്ലേ? ബൈജുവിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പെട്ടെന്ന് ശതകോടീശ്വരനായി മാറിയ മനുഷ്യനാണ്. ഒരു ചെറിയ ടെക്നിക്കിലൂടെ ഒരു 2-3 വർഷം കൊണ്ട് ശതകോടീശ്വരനായി മാറി. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വന്നതിനേക്കാളും സ്പീഡിൽ അത് പോയി. അപ്പോൾ എവിടെയോ ഒരു പാകപ്പിഴ ഉണ്ടായില്ലേ? അതുകൊണ്ടല്ലേ പോയത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനാവുക എന്നതിനല്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ജീവിതകാലം മുഴുവൻ കോടീശ്വരനായി എങ്ങനെ ജീവിക്കാമെന്നതാണ്. അതല്ലേ വേണ്ടത് എല്ലാവർക്കും?
എല്ലാവർക്കും അതല്ലേ വേണ്ട എന്ന് സുപ്രഭാത കോടീശ്വരൻ ആണ്ടവർ ഒന്നും മിണ്ടണ്ട, മറ്റവർ പറഞ്ഞു എന്നും കോടീശ്വരനായി ജീവിക്കുക എന്നാണ്. അങ്ങനെയുള്ള ആണെങ്കിൽ നമ്മൾ കോടീശ്വരനായി ജീവിക്കുന്ന ആൾക്കാർ ബിൽ ഗേറ്റ്സും അല്ലെങ്കിൽ എലൻ മസ്കും സ്റ്റീവ് ജോബ്സും പോലുള്ള അംബാനി പോലുള്ള മുകേഷ് അംബാനി പോലുള്ള ആൾക്കാരുടെ, രത്തൻ ടാറ്റയെ പോലുള്ള ആൾക്കാരുടെ ജീവിതങ്ങൾ അറിയണം. അവരല്ലേ നമ്മളെ സംബന്ധിച്ച് വലിയ കോടീശ്വരന്മാർ അല്ലേ? യൂസഫ് അലി സാറിന്റെ ഇവരൊക്കെ ജീവിതം അറിയണം, എന്താണ് അവർ ചെയ്യാറുള്ളത് എന്നാണ് രഹസ്യങ്ങൾ പറയുന്ന കാര്യം. ഈ രഹസ്യങ്ങൾ ഞാൻ പറയുന്ന ഇത്രയേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ ലൈഫിൽ എങ്ങനെയാണ് വന്നത്, നമ്മൾ ബൈജൂസിന്റെ ജീവിതം എടുക്കുന്നില്ല, ജെറ്റ് എയർവേസിന്റെ ജീവിതം ആളുടെ ജീവിതം എടുക്കുന്നില്ല, കിങ് ഫിഷറിന്റെ ആളുടെ ജീവിതം എടുക്കുന്നില്ല. അവരൊക്കെ ഒരു കാലത്ത് കോടീശ്വരന്മാരായിരുന്നു, പക്ഷെ അവർ ഇന്ന് തകർന്നു പോയി. അപ്പോൾ എവിടെയോ ഒരു പാകപ്പിഴ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നതുകൊണ്ടല്ലേ അവർ തകർന്നത്. അപ്പൊ അതിനെ നമ്മൾ എടുക്കാതെ നമുക്ക് സ്ഥിരമായി കാലങ്ങളായിട്ട് കോടീശ്വരനായി നിലനിൽക്കുന്ന ആളെ എടുക്കാം അല്ലേ? അതിൽ രത്തൻ ടാറ്റയ്ക്ക് വളരെ കാലങ്ങളായിട്ടുള്ള ആൾക്കാർ ടാറ്റാസിന്റെ. അപ്പോൾ അവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണത്? എഴുതി വെച്ചോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ലക്ഷ്യബോധമുണ്ട് എന്നുള്ളതാണ്. എന്താവണം എന്ന് കൃത്യമായ ലക്ഷ്യബോധം അവർക്കുണ്ട്. നമുക്ക് എത്ര പേർക്ക് അതുണ്ട്? കോടീശ്വരനാവണം, പക്ഷെ ലക്ഷ്യമില്ല. ഒരു കോടി നേടുകയാണോ ലക്ഷ്യം? അല്ല, കോടി നിലനിർത്തി ജീവിച്ച് എങ്ങനെ പോകുന്നുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പൈസയിലെത്താനുള്ള ലക്ഷ്യം വേണം. എങ്ങനെ എനിക്ക് അവിടെ എത്താൻ പറ്റും? ഒരു കോടി, 2 കോടി, 5 കോടി, 10 കോടി വേണമെങ്കിൽ ഹൗ ടു റീച്ച് ദെയർ. നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് കോടി വരണമെന്ന് മാത്രമാണ് അല്ലേ? എങ്ങനെ വരും, എവിടെ നിന്നൊക്കെ വരും, ഏതൊക്കെ സോഴ്സുകൾ നമുക്കുണ്ട് എന്നൊക്കെ കൃത്യമായ ഗോൾ സെറ്റിങ്സ് നമുക്ക് വേണം. ഇതാണ് ഞാൻ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും. എങ്ങനെ അവിടെ എത്തിക്കാം എന്നതിൻ്റെ പ്ലാൻസ് റെഡിയാക്കി അത് സിസ്റ്റമാറ്റിക് റെഡി ആക്കിയിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുകയാണ് മണി മാനിഫെസ്റ്റേഷൻ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. രണ്ടാണ്. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് നിങ്ങൾ പഠിച്ചെടുക്കുകയാണ്. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് പഠിക്കുന്ന നിങ്ങളെ ഞാൻ എൻ്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് എടുക്കുമ്പോൾ ആകെ 10 പേരെ എടുക്കുള്ളൂ കേട്ടോ. 10 പേരെ എടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ കോടികളിൽ എത്താനുള്ള സിസ്റ്റം എന്താണെന്ന് ഞാൻ ബിൽഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും ഓരോ ആൾക്കും. ഇതേ സാധനം ഞാൻ ബിസിനസ്സിൽ ചെയ്യുന്നത് എന്റർപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. അവിടെ ചെയ്യുന്നത് ഞാൻ കമ്പനിയെ കംപ്ലീറ്റ് ട്രെയിൻ ചെയ്യും, അതുപോലെ തന്നെ എന്റർപ്രണറെ അതിലെത്താനുള്ള പ്രോഗ്രാം ചെയ്യും. എന്റർപ്രണർ മാത്രമേ ട്രെയിനിങ് ആയിട്ട് ചെയ്യുള്ളൂ, മെന്റർഷിപ്പ് കൊടുക്കുള്ളൂ, മറ്റവർക്ക് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഇത് രണ്ട് വ്യത്യാസമാണ്. അതിന്റെ ചെറിയ പതിപ്പാണ് മണി മാനിഫെസ്റ്റേഷൻ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. എന്റർപ്രണർ എല്ലാ മേഖലയിലും, ഒരു ബിസിനസിന്റെ 5 മേഖലകളിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, 5 മേഖലകളുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഒക്കെ. ഇവിടെയാണ് ഒരാളെ മാത്രമേ ചെയ്യുള്ളൂ. ഇതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ഇത് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താം, ഏതൊക്കെ വഴികൾ നമുക്ക് പോകാൻ പറ്റും, എന്തൊക്കെ ചെയ്താൽ നിങ്ങളുടെ ധന അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റും എന്ന് രാവിലെ ശശികലയോട് സിമ്പിളായി, ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറാണ്, പക്ഷെ ടീച്ചർക്കും വരുമാനം ഉണ്ടാക്കാൻ 100 വഴികളുണ്ട്. ആ വഴികൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധ്യമാണ്. പക്ഷെ ഇത് സാധ്യമല്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റില്ല. അപ്പോൾ ഗോൾ സെറ്റിംഗ് എന്ന് വെച്ചാൽ വെൽത്തി ഇൻഡിവിജ്വൽസ് ഓഫൺ സ്റ്റാർട്ട് ദെയർ ഡേ ബൈ സെറ്റിംഗ് ക്ലിയർ ഗോൾസ് എന്ന് പറയാം. എപ്പോഴാണ്? രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം അവരുടെ കയ്യിലുള്ള പുസ്തകം എന്താണ്, ഗോളിനെ പറ്റി, ഇന്നത്തെ ആവശ്യം, ഇന്നത്തെ ഗോൾ എന്താണ് എന്ന് എഴുതി ഇതുപോലുള്ള പുസ്തകത്തിൽ എഴുതി തയ്യാറാക്കും. ഇന്ന് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, എനിക്ക് എന്തൊക്കെ ഫോർമുലകൾ ചെയ്യണം, എന്തൊക്കെ ഞാൻ ചെയ്യണമെന്ന് ആദ്യം എഴുതി തയ്യാറാക്കും. ഇത് എല്ലാ ദിവസവും ചെയ്യും. നമ്മളതിന് വിളിക്കുന്ന പേരാണ് വോൺ ടൈം എന്ന് പറയും. അവരവർക്കുള്ള ടൈം വോൺ ടൈമിലൂടെ പറഞ്ഞു പോകും. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതിനു വേണ്ടി ചെയ്യാൻ പറ്റാത്തവർക്കായി നമ്മൾ പുതിയൊരു സെഷൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 6 മണിക്കാണ്. ഇത് പലരും ഇത് ഫേസ് ചെയ്യുന്ന, എഴുതാൻ അവർക്ക് പറ്റുന്നില്ല. അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ജേർണലിംഗ്, ഈ 3 കാര്യം എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു, ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചേർന്നു എന്ന് പറഞ്ഞിട്ട് 20 തീയതി നമ്മൾ പുതിയ ബാച്ചിന് ആൾക്കാരെ ചേർക്കുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ് സാധനം. ഇപ്പോൾ വീണ്ടും ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. നമ്മൾ തുടങ്ങി. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ പറയാം, നമ്മൾ അഡ്മിന് ബന്ധപ്പെടാം, നിങ്ങൾ ജോയിൻ ചെയ്യാം. 1/2 മണിക്കൂർ നേരം ഇത് മാത്രമാണ് എഴുതുന്നത്. ലക്ഷ്യം എന്താണോ അത് മാത്രമേ എഴുതുന്നു. അതിന് അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ എഴുതുന്നത്.
ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പറയാം. അതിന് ഫീസ് പെർ മന്ത് 555 ദിർഹം രൂപയേ ഉള്ളൂ. 5 മണിക്ക് 5:30 മണി തൊട്ട് 6 മണി തൊട്ട് 6:30 മണി വരെയാണ്. 5:30 മണി തൊട്ട് മെഡിറ്റേഷൻ ആണ്, 6 മണി തൊട്ട് 6:30 മണി വരെയാണ്. ഞാൻ ക്ലിയർ ആയി പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ലക്ഷ്മി, നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ വെച്ചോളൂ. മറ്റന്നാളാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു തരും. നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാ ദിവസവും ഫാസ്റ്റ് നമ്മൾ എഴുതി പോകും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഗോൾ സെറ്റിംഗ് ക്ലിയർ ആയാലും എഴുതിയല്ലോ, ഗോൾ സെറ്റിംഗ് ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. എല്ലാ ദിവസവും പഠിക്കണം. ഇന്ന് എൻ്റെ കുറേ ആൾക്കാർ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോടെല്ലാം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എത്ര പഠിക്കുന്നു എന്ന്. എനിക്കൊന്ന് ബലേഷിനോട് ഞാൻ ചോദിച്ചാണ്, വാട്ട് ഈസ് യുവർ ലേണിംഗ് ഇൻ എ ഡേ. കണ്ടിന്യൂസ് ലേണിംഗ് എന്തിനാന്ന് വെച്ചാൽ മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ നമ്മുടെ മേഖലയിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്, നമ്മുടെ ബിസിനസ് മേഖലയിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള, കണ്ടല്ലോ ഇത്രയും സാധനം വെറുതെ വാങ്ങിച്ചു വെച്ചതായിരിക്കുമോ ഞാനിപ്പോൾ നിങ്ങളിങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് തന്നത് മുഴുവൻ ഈ ബാക്കിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഇത് ഓരോ ദിവസവും ഞാൻ വായിച്ചുകൊണ്ട്, ഇന്ന് ഞാൻ ക്ലാസ്സിന് തൊട്ട് മുമ്പേ വായിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണിത്. ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളൊന്നുമല്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ കണ്ടിന്യൂസ് ലേൺ ഇല്ലാതെ ഒരാൾക്കും സക്സസ് ആവാൻ പറ്റില്ല ഈ ലോകത്ത്. സക്സസിന്റെ ഫണ്ടമെന്റൽ കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ നിങ്ങൾ ഉണ്ടോന്ന് ടിക്ക് ചെയ്ത് നോക്കുക. രമ ഇതൊക്കെ എഴുതി വെച്ചോളൂട്ട്. രമ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ആവശ്യമുള്ളതാണ് എന്ന് മാത്രം. ഇപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന്. മൂന്നാമത്തെ കാര്യം, പൊതുവേ ആൾക്കാർ മടിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പൊ പറയണേ. എത്ര പേര് ചെയ്യുന്നുണ്ട് ഇതൊക്കെ? ഡെയിലി എക്സസൈസ് എത്ര പേര് ചെയ്യുന്നുണ്ട് നോക്കട്ടെ. എല്ലാവർക്കും കോടീശ്വരന്മാരാണല്ലേ, അതിലെല്ലാവർക്കും ഡെയിലി എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ. ഏത് ഒരാളെങ്കിലും കമന്റ് ചെയ്യൂ. നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തും. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. 2 പേരോ? നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരൊന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾ എത്ര പേര് ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്? യെസ്, ഇപ്പോൾ എക്സസൈസ് നമ്മുടെ ക്ലാസ്സിൽ തുടങ്ങിയതിനു ശേഷം എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ് 4-5 ദിവസമായിട്ട് 1 മാസമായിട്ടും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവൂടെ? ഇത്രയുള്ളൂ. 4 പേരോ? യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരെല്ലാവരും കമന്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എത്ര പേര് എക്സസൈസ് ചെയ്ത്. ഞാൻ എല്ലാ പ്രാവശ്യം ചെക്ക് ചെയ്യാം. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം ഞാൻ തരാം ഇന്ന് മുതൽ വെച്ചാലോ. സിനിയൊക്കെ വളരെ ആലോചിച്ചിട്ടാണ് സിനി പറയുന്നത് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് ആ ഫ്ലോ ഓഫ് ടോക്കിൽ പറയുന്നുണ്ട്. നിങ്ങളെ പേര് വിളിക്കുന്ന വെച്ചാൽ ആ ഒരു ഫ്ലോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയില്ല. നിങ്ങൾ ഉറങ്ങിപ്പോകും. സമ്പത്ത് വേണം. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടില്ല. നമ്മൾ വിജിലൻ്റായി നിൽക്കണം അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇന്ന് നിങ്ങളോട് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, ഇന്ന് മുതൽ നിങ്ങളെ പുസ്തകത്തിൽ എഴുതി വെച്ചേ, ഇന്ന് മുതൽ നിങ്ങൾ എക്സസൈസ് ചെയ്യും. ഇനി എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വിഷമമുണ്ടോ എങ്കിൽ നമുക്ക് ഒരു ഓഫറുമായിട്ട് നമ്മുടെ ഒരു സ്റ്റുഡൻറ് വന്നിട്ടുണ്ട്. നമ്മുടെ സെഷൻ അല്ലത്. നമ്മളിവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് യോഗ ഇൻസ്ട്രക്ടറാണ്. അവർ യോഗയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഞാൻ സ്ഥിരമായി പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ടീച്ചറെ ഞങ്ങളുടെ കുട്ടികൾക്ക്, എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഒരു യോഗ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് 50% ഓഫിൽ, 50% കോഴ്സിൻ്റെ ഡെയിലി മന്ത്ലി ഫീസിൻ്റെ 50% ഓഫിൽ ഈ നാളെ മുതൽ 20-ാം തീയതി മുതൽ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. യോഗ എക്സസൈസ് 3/4 മണിക്കൂർ നേരം, 1 മണിക്കൂർ 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയുള്ള ഒരു യോഗ എക്സസൈസ്, നമ്മുടെ ബ്രീത്തിങ് ആയാലും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു പാക്കേജ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാധന യോഗ എന്ന് പറയുന്ന ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സസൈസ് ചെയ്താൽ മാത്രമേ ബോഡിയിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ല, നിങ്ങൾ ചിന്തിക്കരുത്, പറ്റുമെന്ന് ആരും വിചാരിക്കരുത്. ഇല്ല ഞാൻ എക്സസൈസ് ചെയ്യുമെന്ന് വെച്ചാൽ നടക്കില്ല. എക്സസൈസ് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഹെൽത്തി ബോഡിയിൽ മാത്രമേ, ഞാൻ എപ്പോഴും പറയണ്ട, നല്ല വിത്തുകൾ മുളക്കണമെങ്കിൽ നല്ല പ്രതലം ഉണ്ടാവണം അല്ലേ? അപ്പം അതുകൊണ്ട് ബോഡി നന്നായി റിജുവിനേറ്റ് ചെയ്ത് നിർത്താൻ എക്സസൈസ് മസ്റ്റാണ്. മടിച്ചാൽ നിങ്ങൾക്ക് വരുന്ന പൈസയും മടിക്കുമെന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് എക്സസൈസ് നിർബന്ധമാണ്. ഒരു ഓഫറാണ് ഇപ്പോൾ പറഞ്ഞത്. സാധന യോഗ നമുക്ക് 50% ഓഫിൽ ഒരു ഓഫർ തന്നിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതി തുടങ്ങുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഒരിക്കലും നഷ്ടമില്ല. കാരണം നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് മാറ്റം തുടങ്ങിയിരിക്കും. ഈ ക്ലാസ്സും അതും കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സുനിശ്ചിതമാണ് എന്നത് ഓർക്കില്ല. ഇപ്പോൾ ആഗ്രഹമുള്ളവർ ഇപ്പൊ തന്നെ ഇവിടെ കമന്റ് ചെയ്യുക, എനിക്ക് യോഗയിൽ ചേരാൻ ആഗ്രഹമുണ്ട്. ഫീസ് 599 രൂപയാണ് ഇന്നുള്ള ഓഫർ. ആക്ച്വലി 1000 രൂപയാണ് ഒരു മാസത്തെ ഫീസ്. നമുക്ക് 559 ഇവിടെ ക്ലാസ്സുള്ളവർക്ക് മാത്രമാണ്, പുറത്തുള്ളവർക്കില്ല.
അപ്പോൾ ഇവിടുന്ന് ഓക്കെ, നമ്പർ ഷെയർ ചെയ്യാം. ഇപ്പൊ തന്നെ നമ്പർ ഷെയർ ഒന്ന് ബിന്ദു നമ്പർ ഒന്ന് ഷെയർ ചെയ്ത ബിന്ദുവിടെ ജോയിൻ ചെയ്യുന്നവർക്ക് വേണം. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഓഫർ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ യോഗ ചെയ്യാൻ മടി കാണിക്കരുത്. വെറുതെ ക്ലാസ് കേട്ട് പോയിട്ട് ഒരു മാറ്റമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ പൈസ കൊടുത്ത് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഞാനൊരു ഓഫർ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. ഓക്കെ, നമ്പർ എഴുതി ബിന്ദു കമന്റില് ഇല്ലേ? ഞാൻ എഴുതണോ? ചില ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. യെസ്, ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് അതിൽ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് യൂട്യൂബ് വീഡിയോ കേൾക്കുന്നവരായാലും ഇന്ന് ഡേറ്റ് 18 ഓഗസ്റ്റ് ആണ്. നാളെ 19 ഓഗസ്റ്റ്, 20 ഓഗസ്റ്റ് വരെ ഈ ഓഫർ നിലവിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ ഓഫർ കിട്ടി നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് സാറ് ക്ലാസ്സിൽ പറഞ്ഞ യൂട്യൂബ് വീഡിയോയിലാണ് പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞേക്കരുത്, അവരത് തരില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾക്കാർ ജോയിൻ ചെയ്യുന്നവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത കാര്യം പറയുന്നത്, അപ്പോൾ രണ്ട് കാര്യം, എക്സസൈസ്, ഡെയിലി എക്സസൈസ് ആൻഡ് ഹെൽത്തി ലൈഫ്. ഓക്കെ, ഇത് ക്ലിയർ ആയാലോ? 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് പലർക്കും ഇന്നും ഇല്ലാതെ പോയത്, ഈ കാലത്ത് ഈ സാധനം ഇങ്ങനെ തൊട്ടു നോക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം. എത്ര പേർക്ക് ടൈം മാനേജ്മെന്റ് ഇവിടെ ഉണ്ട്? നമ്മുടെ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ റിച്ചസ് ആവാൻ എല്ലാ വഴികളിലും തുറന്നു കിടക്കും. കാരണം എല്ലാവർക്കും ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു ചതി എന്താണെന്നറിയോ? പാവപ്പെട്ടവനും പണക്കാരനും, പൈസയുള്ളവനും പൈസ ഇല്ലാത്തവനും, ബുദ്ധിമാനും മണ്ടനും മരമണ്ടനും, അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാം ഒരു സാധനം ഈക്വലായി കൊടുത്തു കഴിഞ്ഞു. ഒരു മാറ്റമില്ല, എല്ലാവർക്കും ഒന്നാണ്. കോടികൾ ഉണ്ടാക്കുന്ന മുകേഷ് അംബാനിക്കും ഒരു ദിവസം മുകേഷ് അംബാനിയുടെ വരുമാനത്തിൽ, ഒരു മണിക്കൂറിന്റെ വരുമാനത്തിൽ അറിയൂ, അത്രയും ഉണ്ടാക്കുന്ന മുകേഷ് അംബാനിക്ക് അതിന്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ഉണ്ടാക്കുന്ന എലൻ മസ്കിനും ഈ പാവപ്പെട്ട ദിനേശനും ഇതിനേക്കാളും പാവപ്പെട്ട മറ്റുള്ളവർക്കും എല്ലാവർക്കും കൊടുത്തു ഒരു ദിവസം 24 മണിക്കൂർ. ഇതിൽ നീ നേടിയാൽ മതി. പിന്നെ എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കാല്ലേ? പൈസ ഉണ്ടാക്കാൻ നമുക്ക് സമയം വേണ്ടേ? സമയം ഉണ്ടെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കിയെന്നല്ലേ? ഇങ്ങനെ പറയുന്നവർ എത്ര പേരുണ്ടല്ലേ? നമ്മൾ കുറെ ആൾക്കാരില്ലേ? സമയം ഇല്ലാത്തവന് സാറേ പൈസ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടി സമയം ഞാൻ ചിന്തിച്ചിട്ടോ എങ്ങനെയൊക്കെ ഈ 24 മണിക്കൂർ കുറച്ചും കൂടി പണിയെടുത്ത് പൈസ ആക്കായിരുന്നു. നമ്മൾ എത്ര പണിയെടുത്ത് അത്രയും പൈസ നമ്മളിത് പോകുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ല. സമയമാണോ പൈസ ഉണ്ടാക്കുന്ന സാധനം? അപ്പോൾ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെന്റ് നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അങ്ങനെ ആണെങ്കിൽ സാധാരണ കൂലിപ്പണിക്കാരൻ പൈസക്കാരനാവില്ലേ? അവൻ എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നത്? 12, 11, 12, 13 മണിക്കൂർ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരൻ പൈസക്കാരനാവുന്നില്ല. 3, 4 മണിക്കൂർ സ്റ്റോക്ക് മാർക്കറ്റിലും കയറി ഇറങ്ങി ഇതും കറങ്ങി അടിച്ച് നടക്കുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു അല്ലേ? ഒരു പണിയെടുക്കാതെ തെക്കും വടക്കും നടക്കുന്ന എലൻ മസ്കും അല്ലെങ്കിൽ സുക്കൻബർഗും പൈസ ഉണ്ടാക്കുന്നു. നമ്മൾ ഈ 11 മണിക്കൂർ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നില്ല. ഇത് പറയുന്നില്ല, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മണി എന്ന് പറയുന്നത് നമ്മൾ എത്ര വർക്ക് കൂടുതൽ ചെയ്യുന്നു എന്നതിലല്ല ബേസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ എത്ര ആ ടൈമിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് അത്രയും ശ്രദ്ധിക്കണം. മാസ്റ്റർ യുവർ ടൈം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി 5ാമത്തെ കാര്യം പറയാം. വീണ്ടും നമ്മൾ അതിനെപ്പറ്റി നിൽക്കുന്നു. ബന്ധങ്ങൾ, നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം. നെറ്റ്വർക്കിങ്ങും റിലേഷൻഷിപ്പും നമുക്കില്ലെങ്കിൽ നമുക്ക് പണക്കാരനാവാൻ സാധിക്കേയില്ല. കാരണം നമ്മുടെ സംഭവം ലിമിറ്റഡ് ആയി മാറും. ലിമിറ്റഡിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഈസ് എ കീ ഫോർ സക്സസ്, അല്ലെങ്കിൽ കീ ഫോർ വെൽത്തി ലൈഫ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരൊറ്റ ഉദാഹരണം പറയാം. നല്ല ബന്ധങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഫാമിലിയുമായിട്ടില്ലെങ്കിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മലയാളിയെ സംബന്ധിച്ചല്ലേ. നല്ല ബന്ധങ്ങൾ നമ്മളെ മക്കളും ഭാര്യയും ഭർത്താവുമായിട്ട് നമുക്കില്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത മതി നമ്മൾ അന്നത്തെ ദിവസം പോയി കിട്ടാൻ അല്ലേ? യാഥാർത്ഥ്യമാണല്ലോ ഇത്. ഞാൻ അത്ര മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അയൽവാസിയുമായിട്ട് നമുക്ക് നല്ല ഒരു ബന്ധമില്ലെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയൽവാസി ഒരു പരിപാടി ഉണ്ടല്ലേ, അയൽവാസി നമ്മളെ കാണുമ്പോൾ ഒരു കാർപ്പിച്ച് തുപ്പൽ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ പോയി ഗോവി. സിമ്പിളായിട്ട് പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അല്ലേ? അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. പക്ഷെ അത്രയും അപ്പം അവർ നല്ലൊരു ബന്ധമാണെങ്കിലോ അവർ ദിനേശൻ പോകുന്നുണ്ട്, ഒന്ന് കൈപൊക്കി കാണിക്കും, എന്തൊരു സന്തോഷമാണെന്ന് നോക്കി.
അന്നത്തെ ദിവസം നമ്മൾ ശുദ്ധമാവും അല്ലേ? ഇത് അനുഭവിക്കുന്നവരാണ് മലയാളി. എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായിട്ട് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ അത്രയും കൂടുതലേക്ക് ഞാൻ പോകുന്നില്ല. സിമ്പിളായിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇതെല്ലാമാണ്. ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകാം അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ രഹസ്യം എന്ന് പറയുന്ന സാധനം, ഇതൊരു രഹസ്യമല്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അറിഞ്ഞിട്ടും എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ആർക്കും പുതിയതൊന്നും അല്ലല്ലോ. പക്ഷെ ഞാൻ യോഗയുടെ ഒരു ഓഫർ തന്നപ്പോൾ നിങ്ങൾ എത്ര പേര് പിറകിലോട്ട് അടിച്ചു നോക്കിയേ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ വിഷയം, അറിയുന്നത് തന്നെയാണ് വിഷയം. പക്ഷെ ആക്ഷൻ എടുക്കാൻ മടിയാണ്. അതിനാണ് അടുത്ത പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതില്ലാതെ നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ദ വെരി ഇമ്പോർട്ടൻ്റ് ഓഫ് യുവർ ലൈഫ് കോൾഡ് ആസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് റിഫ്ലക്ഷൻ. എന്താണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? മൈൻഡ്ഫുൾനെസ് അറിയാലോ, ഇപ്പോഴുള്ള അവസ്ഥയിൽ സ്വച്ഛന്തമായി ജീവിക്കാനുള്ള കഴിവ്. ഇപ്പോഴുള്ള അവസ്ഥയിൽ സ്വച്ഛന്തമായി ജീവിക്കാനുള്ള കഴിവ്. നേരത്തെ നമ്മുടെ ഒരു മാഡം ചോദിച്ച ഒരു ചോദ്യവും അവർക്ക് അതിൻ്റെ ആൻസർ കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണവും അവർ നിലവിലുള്ള അവസ്ഥയിൽ മൈൻഡ്ഫുൾനെസ്സായി ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അവർക്ക് ഞാൻ ജീവിക്കാത്തത് കൊണ്ടെന്നല്ല പറയാം, ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി മൈൻഡ്ഫുൾനെസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പറ്റുമോ? സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം, ഞാനിപ്പോൾ എന്നെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടല്ല സംസാരിക്കുന്നത്, എൻ്റെ ക്യാമറയിൽ നോക്കി എന്നെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ പുഞ്ചിരിയും ഓരോ റിഫ്ലക്ഷനും എനിക്കാണ് പ്രചോദനം ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റും. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ അവസ്ഥയെ ബാഹ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന അവസ്ഥക്കാണ്. അപ്പോൾ നമ്മൾ ആന്തരികം ഒന്നും ബാഹ്യം ഒന്നാണെങ്കിലോ, സെൽഫ് റിഫ്ലക്ഷൻ നമുക്കില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊന്നും പുറത്തൊന്നും ആയിരിക്കും. സംഭവിക്കുന്നത് എന്തായിരിക്കും? ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഇതറിയാമല്ലോ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ആയി നിന്നുകൊണ്ട് സെൽഫ് റിഫ്ലക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തിടത്തോളം കാലം നമുക്ക് സമ്പന്നരാവാൻ സാധിക്കില്ല. കാരണം സമ്പന്നതയ്ക്ക് എപ്പോഴും സ്വസ്ഥമായ മനസ്സ് വേണം. അലഞ്ഞു തിരിയുന്നവൻ സമ്പന്നരാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറയാം. കോടീശ്വരനായ കുറേ ഗുണ്ടകളെ പറ്റി കേട്ടോ, ഒരുപാട് പൈസ ഉണ്ടാക്കി ഗുണ്ടകൾ കണ്ട് നമ്മൾ സാധാരണക്കാർ കേട്ടു. ഇപ്പോൾ ഗുണ്ടകൾ കുറവാണ്. കള്ളക്കടത്ത് നടത്തി മറ്റത് മറിച്ച് നടത്തി ഒരുപാട് പൈസ ഉണ്ടാക്കുക. ആരെങ്കിലും സമ്പന്നരുടെ പട്ടികയിൽപ്പെടുത്താറുണ്ടോ? ഇല്ലല്ലോ, എവിടെയും ഇല്ല. എന്തുകൊണ്ടാണ്? അവരിൽ പൈസ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർക്ക് പൈസ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, അവരൊരു സൊസൈറ്റി വാല്യൂ കൂടി കൊടുക്കുമ്പോഴല്ലേ ഒരാൾ സമ്പന്നരായി മാറുന്നത്. ഇത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാക്ടീസിന് സെൽഫ് റിഫ്ലക്ഷൻ്റെയും പ്രാക്ടീസിൻ്റെ വിഷയമാണ്. ഇത് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഈ ഇത്തരം ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് കേൾക്കണം, കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ വരണം. എനിക്ക് ഇന്നതിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത് അത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അല്ല ജയപ്രകാശ്. കാരണം മൈൻഡ്ഫുൾനെസ് ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവസ്ഥയാണ്. ആന്തരിക അവസ്ഥ എന്നറിയാലോ, നമ്മുടെ മനസ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അത് സെൽഫായിട്ട് ഉണ്ടായി വരണം. നമുക്ക് പോയിട്ട് ഞാനിത് 2 മിനിറ്റ് മൈൻഡ്ഫുൾനെസ് ആയി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലത്. അതൊരു ബൈ പ്രൊഡക്റ്റ് ഓഫ്, അല്ലെ ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഓവറോൾ അവർ ഈ എന്താ പറയുക, നമ്മുടെ സാധനാ കർമ്മങ്ങളുടെ ഓവറോൾ റിസൾട്ടാണ് മൈൻഡ്ഫുൾനെസ് ആയി മാറുക എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എനിക്ക് എന്നെ കണ്ടുകൊണ്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തന്നു പോകുന്ന പ്രോസസ്സ് സമയത്ത് ഇതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ആന്തരികമായി എന്നിലുള്ള സാധനങ്ങളെ കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റുന്ന അവസ്ഥയ്ക്കാണ്
മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സുപ്രഭാതത്തിൽ നമുക്ക് പറ്റില്ല, നിരന്തരമായ പ്രോസസ്സാണ്. ഞാൻ ഒരു ഉദാഹരണം സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പറയാം. റെസ്പെക്റ്റഡ് ജനാബ് നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ പ്രത്യേകത, അത് മാത്രമാണ് നമുക്ക് എപ്പോഴും നമുക്ക് മലയാളിയിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് പറയുകയാണ്, വിത്ത് ഫുൾ റെസ്പെക്ട് ഓഫ് ഹിം. ഓരോ ദിവസവും അവരുടെ ആ ഒരു ചര്യ, എല്ലാ ദിവസവും കൃത്യമായി ചെയ്യുന്ന പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ദിനചര്യകൾ, നിഷ്ഠകൾ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പ്രാർത്ഥന, നിസ്കാരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടിച്ചേർന്ന് വരുന്ന ഒരു ഈവൻ പഠനമായി കഴിഞ്ഞാലോ എല്ലാം കൂടിച്ചേർന്ന് വരുന്ന റിസൾട്ടാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് ടോട്ടൽ റിസൾട്ടാണ്. അത് ഒറ്റ സുപ്രഭാതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എ പ്രോസസ് ഓഫ് 1 to 2 years മിനിമം. സാറൊക്കെ ഒരുപാട് ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വേദികളിലൊക്കെ ഇങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിവിടെ നമ്മുടെ മുമ്പിൽ കാണുന്നതുകൊണ്ടാണ്. അതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാനൊരാളെ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞതുള്ളൂ, കാരണം ഞങ്ങളുടെ കൺമുമ്പിൽ ഇവിടെ കാണുന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിൽ നമ്മളത് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നു. അതിലൂടെ പതുക്കെ പതുക്കെ മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട്, മാലിന്യങ്ങളൊക്കെ മാറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അത് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം, എങ്ങനെയാണ് ഫൊർഗീവ്നെസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥനകൾ ചെയ്യേണ്ടതെന്ന് ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും പ്രാർത്ഥന ചെയ്യുന്ന രീതിയും ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റപ്പെടുത്തേണ്ടതെന്നും ഈ 2 കോഴ്സുകൾ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മാറ്റപ്പെടുത്തി 2 വർഷം, ഒരു 6 മാസം 8 മാസമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മൈൻഡ്ഫുൾനെസ് ക്രിയേറ്റ് ചെയ്യും. ചിലവർക്ക് പെട്ടെന്ന് പറ്റും, പക്ഷേ ചിലവർ പെട്ടെന്ന് ചെയ്തവരിപ്പോൾ 2 മാസം കൊണ്ടൊക്കെ മാറി വന്നവർ നമ്മുടെ മുമ്പിൽ കാണാവുന്നുണ്ട്. പക്ഷേ ചിലവർക്ക് കുറച്ചും കൂടി സമയം എടുക്കും. പക്ഷെ ഇത് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് പറ്റില്ല. അവർക്ക് അതിൻ്റെതായ ഓൺ ടൈം ഉണ്ട്, അവരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളിത് കാണുന്നില്ലെന്നേ ഉള്ളൂ. എലൻ മസ്ക് ആയിക്കഴിഞ്ഞാലോ, ബിൽഗേറ്റ്സ് ആയിക്കഴിഞ്ഞാലോ, നമ്മുടെ അംബാനി ആയിക്കഴിഞ്ഞാലോ, അതുപോലെ നമ്മുടെ സുക്കൻബർഗ് ആയിക്കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ നേരിട്ട് സുന്ദർ പിച്ചെ ആയിക്കഴിഞ്ഞാൽ, ഇവരൊക്കെ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നവരാണ്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് അവർ മറ്റു പരിപാടിക്ക് പോകും. ദാറ്റ്സ് കോൾഡ് ആസ് എ അവരെ സംബന്ധിച്ച് ഡെയിലി റുട്ടീനായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ റുട്ടീൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ എന്ന് പറയാം. മാജിക് ഒക്കെ വർക്ക് ചെയ്യും, പക്ഷെ മാജിക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളും അതിനനുസരിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമാണ് മാജിക്ക് ചിലപ്പോൾ കിട്ടും. മാജിക്കിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് പണം കിട്ടിയെന്ന് വരാം, പക്ഷെ അത് സബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഉയരണം എന്ന് മാത്രമാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എഴുതി വെച്ചിട്ടില്ലെങ്കിലും പഠിക്കുക, അറിയുക, കണ്ടിന്യൂസ് ലേൺ ചെയ്യുക, കൂടുതൽ ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുക, വീഡിയോസ് നിങ്ങൾ കാണുക, എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു യൂട്യൂബ് വീഡിയോ കാണുക, അതിന് മാക്സിമം ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കാൻ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നതാവട്ടെ, നിങ്ങളുടെ കമൻസുകളൊക്കെ ചെയ്യുക. താങ്ക് യു. ഇന്നത്തെ സെഷൻസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനി നിങ്ങളുടെ എല്ലാ ദിവസവും ഞാൻ ചോദിക്കുന്ന പോലെ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കണം, നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പോകാം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, കാരണം ലെങ്ത് കൂടണ്ടെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഡൗട്ടിലേക്ക് പോകാം കേട്ടോ. താങ്ക് യു.